Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നത് അല്ലേ? 5th മോഡ്യൂളിൽ എവിടെ വരെ എടുത്ത് നിർത്തി ഓർക്കുന്നോ? എവിടെ വരെയാ എടുത്തത്? എന്താണ്? നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? സ്റ്റുഡന്റ് ഓഫ് ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയി. അവിടെ വരെയല്ലേ കംപ്ലീറ്റ് ആയത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇനി മിസ് ആ ഒരു ഭാഗം പറയുന്നില്ലേ, അവിടെ വരെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഇത് റിവൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയം അധികം പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ഓരോ സ്റ്റെപ്പുകളായിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മള് മുൻപ് പറഞ്ഞിരുന്ന സ്റ്റെപ്പ് ഏത് വരെയായിരുന്നു? സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ആപ്ലിക്കേഷൻസ് ആര് പരിശോധിക്കുന്നു, ആ റെഫറൻസ് ആയിട്ട് പേയ്മെന്റ് നൽകിയാൽ ആ ആപ്ലിക്കേഷന്റെ ഫീൽഡിന്റെ പേയ്മെന്റ് നൽകുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് റെഫറൻസ് ഐഡി കിട്ടും, ഹോസ്പിറ്റൽ റെഫറൻസ് ഐഡി കിട്ടും. അതിനുശേഷം ആ ലാബ് ഓഫീസേഴ്സ് ഈ ഒരു എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ ശരിയായ രീതിയിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ആ ആപ്ലിക്കേഷൻ പൂർണ്ണമാണോ, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധന നടത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ ചെയ്തത്. ഇനി അടുത്തത് നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം. ഇതിൽ പറയുന്നത് NAB shall appoint principal assessor who shall have the overall responsibility of conducting the assessment for the hospital and a team of other assessors. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ എവിടെ എത്തിയിട്ടുണ്ട്? നാബിലേക്ക് എത്തി അല്ലെ? അപ്പൊ നാബിന് ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റുകളും കാര്യങ്ങളും നടത്തണ്ടേ? അസസ്മെന്റ് നടത്താതെ ഒരിക്കലും അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കില്ലല്ലോ. വിലയിരുത്തണ്ടേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, കൃത്യമായ ഡോക്യുമെന്റ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെ, ആ ക്വാളിറ്റി കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ് പ്രകാരം ആ ക്വാളിറ്റി ഓഫ് കെയർ അവർ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചാലല്ലേ നാബ് കൃത്യമായിട്ടുള്ള ആ ഒരു അക്രഡിറ്റേഷൻ നൽകുള്ളൂ. പരിശോധിക്കണ്ടേ, അല്ലെങ്കിൽ അത് അസസ് ചെയ്യണ്ടേ, വിലയിരുത്തണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നാബ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രിൻസിപ്പൽ അസസറിനെ, അതായത് ഒരു മുഖ്യ അസസറിനെ മുഖ്യമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തി, ഒരു ടീമിന്റെ ലീഡർ എന്ന് പറയുമല്ലോ. അപ്പൊ അതുപോലെ നല്ല സീനിയർ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും പ്രിൻസിപ്പൽ അസസർ ആയിട്ട് അവർ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അത് നാബ് ആട്ടോ പ്ലേസ് ചെയ്യുന്നത്. നാബ് ഒരു പ്രിൻസിപ്പൽ അസസറിനെ അപ്പോയിന്റ് ചെയ്യും. ഈ പ്രിൻസിപ്പൽ അസസറിനാണ് മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം. എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി? ഓവറോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തേണ്ടതും അതുപോലെ തന്നെ അവരുടെ കീഴിൽ ഈ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീമായിട്ടായിരിക്കും ഇവര് വിലയിരുത്താൻ പോവുക, അസസ്മെന്റ് നടത്താൻ വേണ്ടി പോകുന്നത്. ആ അതർ അസസേഴ്സ്, ആ ടീമിലുള്ള മറ്റ് അസസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടതും അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് പൂർത്തിയാക്കേണ്ടതും ഒക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള മൊത്തമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഈ ഒരു പ്രിൻസിപ്പൽ അസസറിനെയാണ് നാബ് അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് അതെ, നാബാണ് നിയമിക്കുക. അപ്പൊ ആ ഒരു പ്രിൻസിപ്പൽ അസസർ ആയിരിക്കും ആ ഒരു ടീമിന്റെ ഹെഡ്. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അസസർ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും പറ്റി നല്ലൊരു അറിവും എക്സ്പീരിയൻസും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആ ഒരു പ്രിൻസിപ്പൽ അസസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ആ വ്യക്തിയാണ് അവരുടെ കീഴിലുള്ള മറ്റു ടീം മെമ്പേഴ്സിലേക്ക് കൈകാര്യം ചെയ്യേണ്ടത്.
നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തേണ്ടത്. ക്ലിയർ ആണോ? He or she will calculate the adequacy of all the documents, including the quality manual, policy and procedures, and other department manuals as mandated by the standard. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പഠിച്ചേ? ഇവര് ക്വാളിറ്റി അതുപോലെ തന്നെ പോളിസി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മാനുവലുകൾ ഹോസ്പിറ്റൽ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞില്ലേ? പ്രിപ്പയറിംഗ് മാനുവൽസ് നമ്മൾ പഠിച്ചപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലേ നമ്മൾ പഠിച്ചേ അല്ലെ? ഈ ഒരു എന്താണ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചില്ല, ആദ്യം അതല്ലേ പഠിച്ചേ. അപ്പൊ ഈ ഒരു ലാബിന്റെ പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യം തന്നെ അവർ പരിശോധിക്കുന്നത് ആവശ്യമായിട്ടുള്ള മതിയായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ആ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ എന്നാണ്. അതായത് ക്വാളിറ്റി മാനുവല്, പോളിസികള്, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റു മാനുവലുകള്, ലാബ് നിർബന്ധമാക്കിയ പ്രകാരമുള്ള എല്ലാ മാനുവലുകളും മറ്റു ഡോക്യുമെന്റ്സും കൃത്യമായിട്ടും മതിയായ രീതിയിലും ആ ഹോസ്പിറ്റല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിലനിർത്തി പോകുന്നുണ്ടോ എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടെത്തും. മനസ്സിലായോ? അപ്പൊ നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസ്മെന്റ് ടീം എന്ന് പറയുന്നത് ലാബാണ് ഈ പ്രിൻസിപ്പൽ അസസറിനെയും ആ ഒരു അസസ്മെന്റ് ടീമിനെയും നിശ്ചയിക്കുന്നത്. ആ പ്രിൻസിപ്പൽ അസസറിനായിരിക്കും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? ആ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടതിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും. അതോടൊപ്പം ആ ടീമിലെ മറ്റു മെമ്പേഴ്സിനെ കൈകാര്യം ചെയ്യാനും അവരെ കൃത്യമായിട്ട് അസസ്മെന്റ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ഡയറക്ട് ചെയ്യാനും അവരെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഒരു പ്രിൻസിപ്പൽ അസസറിനായിരിക്കും. അതുപോലെ തന്നെ ഇവര് ആ ഹോസ്പിറ്റലിൽ ലാഭം നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ മാനുവലുകളും കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെന്റ്സും, അത് ക്വാളിറ്റി മാനുവലുകള്, പോളിസികള്, പ്രൊസീജിയറുകള്, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മാനുവലുകൾ, അങ്ങനെയുള്ള എല്ലാം ഈ ഒരു ഹോസ്പിറ്റൽ മതിയായ രീതിയിൽ പരിപാലിച്ചു പോകുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ അസസർ ആയിരിക്കും. ക്ലിയർ ആണോ? നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം മനസ്സിലായോ? അത് വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്താൽ അടുത്തതിലേക്ക് പോവാം. വായിച്ചിട്ടൊന്ന് വേഗം വായിച്ചിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കഴിഞ്ഞോ? ഇനി ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്റ്റഡ് ബൈ നാബ്. നാബ് കണ്ടക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള അസസ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അത് പല സിറ്റുവേഷനിലും അവർ പല ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ചൂസ് ചെയ്യുക. അപ്പൊ അതില് പ്രധാനമായിട്ടും ഉള്ള ഒരു 4 അസസ്മെന്റ് ടൈപ്പുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നോക്കിയേ, നാബ് ഇൻ കോർഡിനേഷൻ വിത്ത് ദ ഹോസ്പിറ്റൽ may choose to follow one of the following methods for conduct of the assessment based on environmental factors prevailing in the region in order to ensure business continuity in its operation without compromising on quality. അപ്പൊ നാബ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് ഈ താഴെ പറയുന്ന ഏതെങ്കിലും അസസ്മെന്റ് മെത്തേഡുകളിലൂടെ ആയിരിക്കും നാബ് അസസ്മെന്റ് നടത്തുക. അതുപോലെ തന്നെ അവർ ആ ഒരു അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ പാരിസ്ഥിതികപരമായിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എങ്ങനെയാണ്, ഓക്കെ ആണോ, അത് ഏത് സ്ഥലമായിട്ട് വരും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി എന്നാൽ ആ ഒരു ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ആ ഒരു ബിസിനസ് പ്രവർത്തനങ്ങളുടെ തുടർച്ച കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റീജിയനിലെ പാരിസ്ഥിതികമായിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു അസസ്മെന്റ് മെത്തേഡ് ആയിരിക്കും ഓരോ പ്രാവശ്യവും നാം ചൂസ് ചെയ്യുന്നത്. ആ അസസ്മെന്റ് മെത്തേഡുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് 4 എണ്ണവും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ വാർത്ത എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അതുകൊണ്ട് ഈ 4 അസസ്മെന്റ് മെത്തേഡും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആ പേരിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ. അപ്പൊ നിങ്ങൾക്ക് മറന്നും പോകില്ല കേട്ടോ. ഫസ്റ്റ് വൺ
ഓൺസൈറ്റ് അസസ്മെന്റ്. ഓൺസൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്താ ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൺ സൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ആ സ്ഥലത്ത് വെച്ച് എന്താണോ നടക്കുന്നത് അത്ര അവിടെ നേരിട്ട് വിസിറ്റ് ചെയ്ത് അവിടെ വെച്ച് വിലയിരുത്തുന്നതിനെയാണ് ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ നോക്കിയേ, ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ the assessors nominated by now make a visit to the HCO for a predefined mandate based on the bed strength of the hospital. The assessor verifies the document, facilities and conduct interview in person at HCO. The hospital needs to bear the cost of the assessor's travel and stay. ഇവിടെ ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ അസസ്മെന്റ് ടീം ഇവിടെ നേരിട്ടെത്തി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ആ ഓൺസൈറ്റ്, ആ സൈറ്റിൽ വന്ന് എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുക്കണേ. അപ്പൊ ആ ഒരു കണക്ട് ചെയ്ത് നിങ്ങൾ മറന്നുപോകില്ല. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാവ് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാവ് നിശ്ചയിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് ടീം ഉണ്ടല്ലോ. അവര് ഈ ഹോസ്പിറ്റലില് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ദിവസം, അതായത് നാവിലും രണ്ട് ഹോസ്പിറ്റലുകാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം നാവിന്റെ ആ ഒരു നോമിനേറ്റ് ചെയ്ത ആ ഒരു അസസ്മെന്റ് ടീം എന്ത് ചെയ്യുന്നു? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സന്ദർശിക്കാനായിട്ട് നേരിട്ടെത്തും. അങ്ങനെ സന്ദർശിക്കാൻ നേരിട്ടെത്തി ആ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ചായിരിക്കും, ആ ഹോസ്പിറ്റലിന്റെ സൈസും സ്കോപ്പിനൊക്കെ അനുസരിച്ചാണ് ആ ടീമിൽ എത്ര പേര് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ബെഡ് സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ഒരുപാട് ടീം മെമ്പേഴ്സ് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് ആ ഹോസ്പിറ്റലിന്റെ സൈസും സ്കോപ്പിനൊക്കെ അനുസരിച്ചാണ് ആ ടീം മെമ്പേഴ്സ് എത്ര പേരായിരിക്കണം എന്ന് ചൂസ് ചെയ്യാം. അപ്പൊ അതിൽ എപ്പോഴും ഒരു പ്രിൻസിപ്പൽ അസസർ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചീഫ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും അറിയാലോ. ബാക്കി ടീം മെമ്പേഴ്സ് എത്ര പേര് വേണം എന്ന് തീരുമാനിക്കുന്നത് അത് ആ ഹോസ്പിറ്റലിലെ സൈസിനും അവിടുത്തെ ബെഡ് കപ്പാസിറ്റിയും ആ ഹോസ്പിറ്റലിന്റെ സ്കോപ്പ് എത്രത്തോളം സർവീസ് അവർ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ആ നാവ് തീരുമാനിക്കുന്ന ആ ഒരു അസസ്മെന്റ് ടീം എന്ത് ചെയ്യും? ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചൊരു ദിവസം നേരിട്ട് അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയും നേരിട്ട് അവിടുത്തെ ഡോക്യുമെന്റ്സും അവിടുത്തെ ഫെസിലിറ്റി അവർ കൊടുക്കുന്ന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഴ്സൺസുമായിട്ട് ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം മനസ്സിലാക്കുന്നതിന് വേണ്ടി നേരിട്ട് വ്യക്തികളുമായിട്ട് നേരിട്ട് അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തുന്നതാണ് ഓൺ സൈറ്റ് അസസ്മെന്റ്. കിട്ടിയോ? ഓൺ സൈറ്റ് അസസ്മെന്റ് കിട്ടിയോ? അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മള് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ദിവസമാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ഈ നാവിലെ അസസ്മെന്റ് ടീം വരണ്ടേ? അപ്പൊ വരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചിലപ്പോ ദൂരെയുള്ള ഒരു സ്ഥലമാണ് എങ്കിൽ അവർക്ക് ചിലപ്പോ തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്യേണ്ടി വരാം അല്ലെ. അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവ ആ ഒരു അസസ്മെന്റ് ടീമിന്റെ ആ അസസേഴ്സിന്റെ ആ ഒരു ട്രാവൽ ആൻഡ് സ്റ്റേ അവർ താമസിക്കുന്നതിന്റെയും അവരുടെ ആ ഒരു യാത്രയുടെയും താമസത്തിന്റെയും ഒക്കെ ചിലവ് ആര് വഹിക്കണം എന്നാ പറയുന്നത്? ആരാ വഹിക്കണ്ടേ? അതെ, ഏതാണോ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്ത ഏത് ഹോസ്പിറ്റലിലേക്കാണോ അവർ വരുന്നത് ആ ഹോസ്പിറ്റലാണ് അത് വഹിക്കേണ്ട ആളുകൾ. മനസ്സിലായോ? അത് അപ്പൊ ഓൺസൈറ്റ് അസസ്മെന്റ് ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്താൽ മറന്നു പോകില്ല കേട്ടാ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നേരിട്ടെത്തി വിലയിരുത്തുന്നതാണ് ഓൺസൈറ്റ് അസസ്മെന്റ്. അപ്പൊ നാം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു അസസ്മെന്റ് ടീം ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ദിവസം ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യുകയും അവിടെ നേരിട്ട് അവിടുത്തെ ഡോക്യുമെന്റ്സും ഫെസിലിറ്റികളും അവർ കൊടുക്കുന്ന കെയർ എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് വ്യക്തികളുമായിട്ട് ഇന്റർവ്യൂ നടത്തിയൊക്കെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇനി ഇങ്ങനെ ആ അസസ്മെന്റ് ടീമിന് വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാത്രയും താമസവും അതുമായി ബന്ധപ്പെട്ട ചിലവെല്ലാം ഹോസ്പിറ്റലാണ് വഹിക്കേണ്ടതും. ക്ലിയർ ആണോ ഓൺസൈറ്റ് അസസ്മെന്റ്? മനസ്സിലായോ? അത് വ്യക്തമാക്കിയിട്ട് പോകണം കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അപ്പൊ കൺഫ്യൂഷൻ വരരുത്. ഓൺസൈറ്റ് അസസ്മെന്റ് ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇതൊന്നും ഫുൾ നമുക്കതൊന്നും അണ്ടർലൈൻ പെട്ടെന്ന് നമുക്ക് ഒരു പോയിന്റ് നമുക്ക് മാത്രം പഠിക്കുന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ അത് ഒന്ന് ഓവറോൾ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്.
കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന രീതിക്ക് അനുസരിച്ച് മൊത്തത്തിൽ ഒന്നും ഓവറോൾ ആയിട്ട് മനസ്സിലാക്കില്ല. അതോടെ പെട്ടെന്ന് മിസ് ഓരോ പോയിന്റ്സ് ആയിട്ട് എടുത്ത് പറയാത്തത് കേട്ടോ. ഓക്കെ ആണ് ഓൺസൈറ്റ് അസസ്മെന്റ്. അടുത്തത് പറയട്ടെ. ഇത് ക്ലിയർ ആയാലും അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അടുത്തത് പറയാലോ? പറയട്ടെ. ഓക്കെ, നോക്കിയേ. സെക്കൻഡ് വൺ ആണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്. ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് the healthcare organization will submit information and documents as per the checklist, which is based on applicable standards for hospital, and the same shall be reviewed by the NAB assessor. The decision on continuation of accreditation shall be based upon the recommendation made by the assessor. But ഇവിടെ സാധാരണയായിട്ട് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ നേരിട്ട് വരുന്നൊന്നുമില്ല. നേരിട്ട് ആ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. ജസ്റ്റ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവര് പറയുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റില് അവര് പറയുന്ന ഡോക്യുമെന്റ്സും മറ്റു ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലുകാർ അവർക്ക് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവരവിടെ നിന്ന് പരിശോധിച്ച് വിലയിരുത്തുന്ന രീതിയാണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്. അത് മനസ്സിലായോ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്താന്നുള്ളത്? അപ്പൊ ഇവിടെ സാധാരണ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് നടത്തുന്നത് നമ്മുടെ ആദ്യമായിട്ട് ഇനിഷ്യൽ ആയിട്ട് ഒരു അക്രഡിറ്റേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു 15 മുതൽ 18 മാസത്തിനുള്ളിലൊക്കെ ഈ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് സാധാരണ ചെയ്യാറുണ്ട്. ഫസ്റ്റത്തെ സാധാരണ അങ്ങനെ ഓൺസൈറ്റ് അസസ്മെന്റ് തന്നെ കൂടുതലും ചൂസ് ചെയ്യാറ്. ആ ഓൺസൈറ്റ് അസസ്മെന്റ് നടത്തിയതിന് ശേഷം നമുക്ക് അവർ അക്രഡിറ്റേഷൻ കൊടുക്കുമല്ലോ. കൊടുത്തു കഴിഞ്ഞ ഒരു 15 മുതൽ 18 മാസം ഒക്കെ ഇതിനുള്ളില് നമ്മൾ ഒന്നും കൂടി ഇവരുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ആ കണ്ടിന്യൂവേഷൻ കിട്ടാൻ ഇവര് ആ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് വിലയിരുത്തും. അല്ലാതെ ഒരു പ്രാവശ്യം ആ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈസൻസ് കൊടുത്തിട്ട് പിന്നെ പോവാടിയിരിക്കുകയല്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 15 മുതൽ 18 മാസത്തിനുള്ളിലൊക്കെ ഇനിഷ്യൽ അസസ്മെന്റിന് ശേഷം അല്ലെങ്കിൽ ഇനിഷ്യൽ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ കൊടുത്തതിന് ശേഷം ഇവർ ഡെസ്ക്ടോപ്പ് അസസ്മെന്റുകളാണ് സാധാരണ കണ്ടക്ട് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് അവര് പറയുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും ഒക്കെ ഈ ഹോസ്പിറ്റലുകാർ അവർക്ക് അയച്ചു കൊടുക്കുകയും അതുവഴി അതിനനുസരിച്ച് ആ ഹോസ്പിറ്റൽ ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നാം അസസ്മെന്റ് ടീം എന്ത് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുകയും അതിന്റെ ആ ഒരു കണ്ടിന്യൂവേഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം, കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഇപ്പൊ ആ ഒരു ടീമിന് ഇവിടെ വരാനും അത് വിലയിരുത്താനൊന്നും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ. സോ അത്തരം സമയങ്ങളിൽ ചില കേസുകളിൽ ഈ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് അവർ ഓപ്ഷണൽ ആക്കി എടുത്തിട്ടുണ്ട്. അത് തീരെ വരാൻ പറ്റാത്ത അത്രയധികം ചിലപ്പോ എന്തെങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് നേരിട്ട് ആ ഒരു ടീമിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് ചില സമയങ്ങളിൽ അസസ്മെന്റ് ഈ ഡെസ്ക്ടോപ്പ് അസസ്മെന്റുകൾ നടത്താറുണ്ട്. അത് അല്ലാത്ത രീതിയിലുള്ളത് ഈ പറയുന്ന ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണ്ടിന്യൂവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എവിഡൻസും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഡെസ്ക്ടോപ്പ് അസസ്മെന്റുകൾ നടത്താറ്. ക്ലിയർ ആണോ? അപ്പൊ ഡെസ്ക്ടോപ്പ് അസസ്മെന്റിൽ ഒരിക്കലും അവർ നേരിട്ട് വരുന്നില്ല, മറിച്ച് ഇവിടെ അവർ പറയുന്ന ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഡിഫൈൻഡ് ഫോർമാറ്റില് അവർക്ക് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സും റെക്കോർഡുകളും മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഹോസ്പിറ്റലുകാർ അയച്ചു കൊടുത്ത് ആ ഒരു അസസ്മെന്റ് ടീം അതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? അതിനെ പറ്റി ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി വെക്കണേ, അല്ലാതെ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. അത് എക്സാമിന് വരുമ്പോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എല്ലാം ഒരുപോലെയുള്ള ഓപ്ഷൻസ് വരുമ്പോ അത് ഡൗട്ട് വരാനുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് the healthcare organization will submit information and documents as per the checklist, which is based on applicable standards for hospital, and the same shall be reviewed by NAB assessor. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഓൺസൈറ്റ് അസസ്മെന്റ് പകരം ഇവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോട് അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കും.
ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം കൃത്യമായിട്ടുള്ള ആ ഒരു ഡിഫൈൻഡ് ഫോർമാറ്റില് ആ ഇൻഫർമേഷൻസ്, ആവശ്യമായ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും ഒക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ പാലിക്കുന്ന സ്റ്റാൻഡേർഡ് ബാധകമായിട്ടുള്ള ആ ഒരു എല്ലാ ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും കൃത്യമായിട്ട് നമ്മൾ ആ ഒരു നാബിൽ അയച്ചു കൊടുക്കുകയും ആ സെയിം ഐറ്റംസ് ഒക്കെ നാബിലെ അസസ്മെന്റ് ടീം റിവ്യൂ ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ആ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു സ്ഥാപനം സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ട്, കൃത്യമായ പോളിസികളും മാനുവലും കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാ പോകുന്നത് മനസ്സിലാവില്ലേ? മനസ്സിലാവോ? ആ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? ഓക്കെ ആണ്, ഇവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, ഓക്കെ ആണെന്നുള്ള തീരുമാനം എടുക്കും. അതാണ് the decision on continuation of accreditation shall be based on the recommendation made by the assessor. ഇങ്ങനെ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ആ അസസ്മെന്റ് ടീമിന്റെ ആ ഒരു ശുപാർശ പ്രകാരമാണ് ഇവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ല എങ്കിൽ എപ്പോഴാണോ ആ ഒരു ടീമിന് ഈ ഒരു ഹോസ്പിറ്റല് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ വെച്ച് അവർ ആ ഒരു അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള റൈറ്റ് നാബിനുണ്ട്. മനസ്സിലായോ? അത് ആ ഒരു 4 വർഷത്തേക്കോ 3 വർഷത്തേക്കോ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. അവർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് തുടരാം. അല്ല എങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ 4 വർഷത്തേക്ക് കൊടുക്കാം, 4 വർഷം ഇങ്ങനെ പോട്ടെ എന്നല്ല, അതിനിടയിൽ ഒരുപാട് അസസ്മെന്റുകൾ ഇവർ നടത്തും. സർപ്രൈസ് ആയിട്ട് നടത്തുന്നവയുണ്ട്, അല്ലാതെ പർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് നടത്തുന്നവയുണ്ട്, അപ്പൊ പെട്ടെന്ന് വിസിറ്റ് ചെയ്ത് ചെയ്യുന്നവയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളില് ആ ഒരു ഹോസ്പിറ്റല് ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്ന് നാബിലെ ആ ഒരു ടീമിന് ബോധ്യപ്പെട്ടാൽ അവിടെ വെച്ച് ആ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് പരിശോധിക്കുമ്പോഴും അത് തുടർന്ന് പോവാവുന്നതാണ്, കണ്ടിന്യൂ ചെയ്യാം. അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനുള്ളൊരു ശുപാർശ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആരുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അത് കിട്ടാം? ഈ ടീമിന്റെ കയ്യിൽ, അസസ്മെന്റ് ടീം നൽകുന്നതിനനുസരിച്ചാണ് അത് കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് അയക്കുന്നത്. ക്ലിയർ ആണോ? ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് മനസ്സിലായോ? ഓൺസൈറ്റ് അസസ്മെന്റ് പറഞ്ഞു, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് പറഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമതാണ് റിമോട്ട് അസസ്മെന്റ്. റിമോട്ട് അസസ്മെന്റ് എന്തായിരിക്കാം? റിമോട്ട് അസസ്മെന്റ് 4 വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റിമോട്ട് അസസ്മെന്റ് നമ്മൾ പറയുമ്പോൾ ഐഡിയ കേട്ടോ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ദ അസസേഴ്സ് ഡസ് നോട്ട് ഗോ ടു ദ HCO ഇൻ പേഴ്സൺ. ഇവിടെ റിമോട്ട് അസസ്മെന്റിൽ ഓൺസൈറ്റ് അസസ്മെന്റ് പോലെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് വ്യക്തികൾ ആരും നേരിട്ട് വരുന്നില്ല. പക്ഷേ അവര് വിലയിരുത്തൽ നടത്തുന്നുണ്ട്, അസസ്മെന്റ് നടത്തുന്നുണ്ട്. എങ്ങനെയാ നടത്തുന്നത്? ബട്ട് കണ്ടക്ട് ദ എൻറ്റയർ അസസ്മെന്റ് ഫ്രം എ റിമോട്ട് ലൊക്കേഷൻ ത്രൂ ദ യൂസ് ഓഫ് വിർച്വൽ പ്ലാറ്റ്ഫോം. അല്ലെ? ഇതെല്ലാം വിർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അല്ലെ? നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇതേ രീതിയിലുള്ള വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ടല്ലേ? അല്ലെ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഇതൊക്കെ ജില്ലകളിൽ ഇരിക്കുന്ന ആളുകളാ അല്ലെ? ഒത്തിരി ദൂരെ നിന്ന്, അല്ലെങ്കിൽ കാസർഗോഡ് അതുപോലെയുള്ള ഒത്തിരി ദൂരെ നിന്നൊക്കെയുള്ള ആളുകളുമായിട്ട് നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു ദൂരെ ഇരുന്നുകൊണ്ട്, ഒരു വിദൂര സ്ഥലത്തിരുന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട്, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് വരാതെ ഒരു വിദൂര സ്ഥലത്തിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിർച്വൽ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അസസ്മെന്റ് നടത്തുക, മൊത്തത്തിലുള്ള അസസ്മെന്റ് നടത്തുന്നതിനെയാണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റിമോട്ട് അസസ്മെന്റ് എന്താണുള്ളത്? ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഹോസ്പിറ്റൽ ആണ് അതിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. There are nominal overhead charges for hospital which they need to pay. അപ്പൊ ഇത്തരത്തിലുള്ള റിമോട്ട് അസസ്മെന്റുകൾ നടത്തേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏതായിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നൽകാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു ചെറിയ നാമമാത്രമായിട്ടുള്ള ഒരു ചാർജ് ഉണ്ടാകും, ഒരു തുക, ഒരു ചാർജ് അത് ഹോസ്പിറ്റൽ ഇതിന് വേണ്ടിയിട്ട് അടയ്ക്കുകയും വേണം, അല്ലെങ്കിൽ നൽകുകയും വേണം. അപ്പൊ റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? does not go to the HCO in person. നമ്മുടെ അസസേഴ്സ് ഒരു വ്യക്തിയായിട്ട്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ വ്യക്തികളായിട്ട് നേരിട്ട് പോകുന്നില്ല, മറിച്ച് ഒരു റിമോട്ട് ലൊക്കേഷൻ, ഒരു വിദൂര സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവിടെ ആ ഒരു എൻറ്റയർ അസസ്മെന്റ് ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നു. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ആണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ നാമമാത്രമായിട്ടുള്ള ചാർജുകളും ഹോസ്പിറ്റലിൽ നൽകേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? റിമോട്ട് അസസ്മെന്റ് മനസ്സിലായോ?
ഓക്കെ, ശരി. നാലാമത്തത് ഹൈബ്രിഡ് അസസ്മെന്റ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു മിക്സിംഗ് അവിടെ വരുന്നുണ്ട് ഇല്ലേ? ഏതാ പറയണ്ടേ ഇതു? മിസ് ഒന്നുകൂടി പറയും. 4 എണ്ണം എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടി പറയാം കേട്ടോ. എന്നാലും നിങ്ങൾക്കൊന്നും കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു മിക്സിംഗ് ആണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ തമ്മിലുള്ള മിക്സിംഗ് ആയിരിക്കും? എന്തൊക്കെ തമ്മിലായിരിക്കും? നോക്കിയേ, വായിച്ചു നോക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ്, one assessor may be physically present in the HCO during the audit. Audit എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നതിനെ തന്നെയാണ് പറയുന്നത് ഓഡിറ്റ് എന്നുള്ളത്. And other assessor will be doing the audit from a remote location through the use of virtual platform. ഇവിടെ രണ്ടെണ്ണത്തിന്റെ മിക്സിംഗ് ആണ്. ഒന്നാമത്തത് ഓൺസൈറ്റ് അസസ്മെന്റ്, രണ്ടാമത്തത് ഏതാ? വെരി ഗുഡ്, റിമോട്ട് അസസ്മെന്റ് അല്ലെ? അപ്പൊ ഇവിടെ ഒരു അസസ്സറ് ഫിസിക്കലി എവിടെ പ്രസന്റ് ആയിരിക്കും? അസസ്മെന്റ് നടക്കുന്ന സമയത്ത്, ഓഡിറ്റ് എന്ന് പറഞ്ഞാലും അസസ്മെന്റ് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. ഓഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് നടക്കുന്ന സമയത്ത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഒരു അസസ്സർ പ്രസന്റ് ആയിരിക്കും, അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ടാവും. ബാക്കിയുള്ള അസസ്സേഴ്സ് എവിടെ നിന്നാ എങ്ങനെയാ ചെയ്യാം? റിമോട്ട് ലൊക്കേഷനിൽ നിന്ന്. നമ്മുടെ റിമോട്ട് അസസ്മെന്റ് പറഞ്ഞില്ലേ, അതുപോലെ റിമോട്ട് ആയിട്ട് ഒരു വിദൂരമായ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അസസ്മെന്റ് പൂർത്തിയാക്കുന്നു. ക്ലിയർ ആണോ? ഹൈബ്രിഡ് അസസ്മെന്റ്. അപ്പൊ അവിടെ നേരിട്ട് ഒരു വ്യക്തി നേരിട്ട് അവിടെ വരുന്നുണ്ട്, ബാക്കിയുള്ളവര് റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അസസ്മെന്റ് പൂർത്തിയാക്കുന്ന രീതിയാണ് ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ 4 എണ്ണം ഒന്നുകൂടി പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, കൺഫ്യൂഷൻ വരരുത്. ഫസ്റ്റ് നോക്കിയേ, പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. നോക്കിയേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പോയിന്റ്സ് ആണ് പറയുന്നുള്ളൂ. ഓൺസൈറ്റ് അസസ്മെന്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാമം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു അസസ്മെന്റ് ടീം ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് എത്തുന്നുണ്ട്. നേരിട്ട് വരുന്നു. ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ദിവസം അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് ആ ടീം നേരിട്ട് എത്തുകയും നേരിട്ട് അവിടുത്തെ ഡോക്യുമെന്റ്സും മറ്റ് മാനുവൽസും പോളിസികളും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അവിടെ നേരിട്ട് പേഷ്യൻസുമായിട്ടൊക്കെ ഇന്ററാക്ഷൻസും ഇന്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അതിൽ ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. രണ്ടാമത്തത് ഡെസ്ക് ടോപ്പ് അസസ്മെന്റ്. ഡെസ്ക് ടോപ്പ് അസസ്മെന്റില് ഇവിടെ നമ്മുടെ ആരും ഒരു അസസ്മെന്റ് നടത്തുന്നതിൽ ഇവിടെ ആരും നേരിട്ടൊന്നും വരുന്നില്ല. ഈ ഒരു അസസ്മെന്റ് സാധാരണയായിട്ട് ഫസ്റ്റ് ഇനിഷ്യൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകൾ ഉൾപ്പെടുത്താറുമില്ല. ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു ഇനിഷ്യൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ ഒരു 15 മുതൽ 18 മാസത്തിനുള്ളിൽ അവരുടെ ഡോക്യുമെന്റ്സും മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ടോ, ഇത്രയും നാളത്തെ ആ ഒരു മാനുവല്, അവരുടെ ഡോക്യുമെന്റ്സ്, മറ്റ് ഇൻഫർമേഷൻ ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നമ്മൾ അവർ പറയുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരം അവർക്ക് അയച്ചു കൊടുക്കുകയും ആ അസസ്മെന്റ് ടീം അത് വിലയിരുത്തുകയും ആ ഒരു അക്രഡിറ്റേഷൻ തുടർന്ന് പോവാവുന്നതാണെന്നുള്ള ശുപാർശകൾ നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇൻഫർമേഷൻസും കൃത്യമായ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഡെസ്ക് ടോപ്പ് അസസ്മെന്റുകൾ നടത്തുന്നത്. അത് ചില കേസുകളിൽ ഇപ്പോ കോവിഡ് വന്ന പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നേരിട്ട് വന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു മെയിൻ ആയിട്ടുള്ള അസസ്മെന്റിന് വേണ്ടിയിട്ടും മെയിൻ ആയിട്ടുള്ള അക്രഡിറ്റേഷനുമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇതായിട്ട് യൂസ് ചെയ്യാറുള്ളൂ, ഒരു അസസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാത്തിനും ഈ പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് അത് മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് റിമോട്ട് അസസ്മെന്റ്. റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് അസസ്മെന്റ് അസസേഴ്സ് ഇവിടെ ആ ഒരു വിലയിരുത്തുന്ന അസസ്മെന്റ് ടീം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് വരുന്നില്ല. ഇവിടെ അവർ നേരിട്ടൊന്നും വരുന്നില്ല. പക്ഷെ
അവര് ഇവിടെ വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു റിമോട്ട് ലൊക്കേഷൻ, ഒരു വിദൂരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദൂരെയുള്ള ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഇവിടെ അവർ വിലയിരുത്തുന്നു. അതിനു വേണ്ടിയിട്ട് അവർ വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലേ? അതിന്റെ സഹായത്തോടു കൂടിയല്ലേ? അല്ലാതെ മിസ് ഇവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അവിടേക്ക് എത്തില്ലല്ലോ. ഇല്ല അല്ലെ? നേരത്തെ വേണമെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് ഇതിലെ ക്യാമറയുടെയും കാര്യങ്ങളുടെ സഹായത്തോട് കാണിച്ചു തരാനും പറ്റും. പറ്റില്ലേ? പറ്റുമോ? നിങ്ങൾ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മളിപ്പോ വീട്ടിലുള്ള ആരെ വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം വേണമെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതുപോലെ ഒരു ദൂരെ ഇരുന്നൊരു ലൊക്കേഷനാണ് അസസ്മെന്റ് ടീം വേറൊരു ദൂരെയുള്ള ലൊക്കേഷനിലാണ്. അതേസമയം അവര് എന്തിലൂടെയാണ് അത് വിലയിരുത്തുക? ഈ വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ട് അവർ ഈ ഒരു അസസ്മെന്റ് പൂർത്തിയാക്കുന്നതിനെയാണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? അതെ തന്നെ. ഹോസ്പിറ്റലാണ് അതിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണം, അതെങ്ങനെയായിരിക്കണം, അത് ഹോസ്പിറ്റൽ ആണല്ലോ ആ ഒരു കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അവരല്ലേ അത് കൈകാര്യം ചെയ്ത് കൊടുക്കുന്ന ആളുകള് അല്ലെ? ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നും ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് നമ്മളിവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തത് കൊണ്ടല്ലേ? അങ്ങനെ അപ്പൊ ഹോസ്പിറ്റലാണ് അതിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കാര്യങ്ങൾ ഏതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചാർജും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? ആരാണ് റിമോട്ട് അസസ്മെന്റ്? നീതു അല്ലേ ചോദിച്ചേ? ക്ലിയർ ആണോ നീതു? രണ്ടു നീതുമാരുണ്ട് അല്ലെ? നീതു സ്റ്റീഫൻ, നീതു പ്രശാന്ത്. കൺഫ്യൂഷൻ ആവും. നീതൊന്ന് മാത്രമേ പേര് നോക്കുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും മിക്സിംഗ് ആണ്. ഓൺസൈറ്റ് അസസ്മെന്റിന്റെയും റിമോട്ട് അസസ്മെന്റിന്റെയും മിക്സിംഗ് ആണ് വരുന്നത്. ഓൺസൈറ്റ് അസസ്മെന്റിന്റെ എന്താ പറയാ? ഇവിടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അസസ്മെന്റ് നടത്തുമ്പോൾ ഒരു അസസർ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ബാക്കി സെറ്റ് ഓഫ് അസസേഴ്സ് എവിടെ ഇരുന്നായിരിക്കും? റിമോട്ട് അസസ്മെന്റിന്റെ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അസസ്മെന്റ് പൂർത്തിയാക്കുക. അതാണ് ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഹൈബ്രിഡ് അസസ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ആ ഒരു അസസ്മെന്റ് ടൈപ്പ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ നാവ. അതൊന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. ചോദിക്കാനുള്ള ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. ഇപ്പൊ നാവും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണ്ടേ? അത് നമ്മൾ ജസ്റ്റ് നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു, റിമാർക്സ് കോളം.
ഓർക്കുന്നോ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു റിമാർക്ക് കോളത്തിലൂടെയാണ് നമ്മുടെ ആ ഓൺലൈൻ എന്താണ് പ്ലാറ്റ്ഫോമിലുള്ള റിമാർക്സ് കോളത്തിലൂടെയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓൾ ആപ്ലിക്കൻസ് അൺഅക്രഡിറ്റഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അപ്പൊ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള ആപ്ലിക്കൻസ് ആയിക്കോട്ടെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ ആർ സ്ട്രോങ്ലി അഡ്വൈസ് ടു യൂസ് ദ റിമാർക്ക് കോളം അറ്റ് ദ ഓൺലൈൻ പോർട്ടൽ ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ലാഭമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ പോർട്ടലിലുള്ള റിമാർക്സ് കോളം ഉപയോഗിക്കാനാണ് ലാഭ് കൂടുതലായിട്ട് വളരെ ശക്തമായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റൽ ആർ സ്ട്രോങ്ലി ഡിസ്കറേജ് ടു communicate through telephone or email to secretariat members, as a communication cannot be saved as a part of a particular healthcare organization record and may not be available for future reference. ഇവിടെ ഹോസ്പിറ്റലുകാരെ നേരിട്ട് ഇപ്പൊ ഫോൺ കോളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽസ് അയക്കുക അതൊന്നും ഞാൻ അത്രയധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല, സ്ട്രോങ്ലി ഡിസ്കറേജ് ചെയ്യാണ്. അത് നിരാശപ്പെടുത്ത അല്ലെങ്കിൽ അത് അത്ര രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് നാബിലെ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്കത് ഒരു ഹെൽത്ത് കെയർ HCOയുടെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഫ്യൂച്ചർ ആയിട്ടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടെലിഫോണിലൂടെയോ ഇമെയിലിലൂടെയോ കമ്മ്യൂണിക്കേഷൻ നാം ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ എൻകറേജ് ചെയ്യുന്നില്ല. മറിച്ച് നാം എപ്പോഴും സ്ട്രോങ്ലി ഹോസ്പിറ്റൽസിനോടായിക്കോട്ടെ അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനങ്ങളോടോ ഇനി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളോടും കമ്മ്യൂണിക്കേഷൻ എന്തുവഴി നടത്താനാണ് പ്രിഫർ ചെയ്യുന്നത്? എന്തുവഴി നടത്തണം? ആ ഓൺലൈൻ പോർട്ടലിലുള്ള റിമാർക്സ് കോളത്തിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടോ അറിയേണ്ട ഇൻഫർമേഷൻസിനെ കുറിച്ചുണ്ട് അവർക്ക് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഭാവിയിലേക്കുള്ള റെഫറൻസിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാനും പറ്റും. നോക്കിയേ, ദ മെട്രിക്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് അവൈലബിൾ അറ്റ് നാബ് വെബ്സൈറ്റ്. ഈ നാബിന്റെ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ കയറിയാല് ആ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മെട്രിക്സ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കിട്ടും. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ സെക്ഷനുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു അർജൻസി കേസ് ആണെങ്കിൽ നമ്മൾ അത് ആരെ അറിയിക്കണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അക്രഡിറ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പല പല കൺഫ്യൂഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഒക്കെ വരുത്താനുണ്ടാവും. അപ്പൊ അത് ആരെ അറിയിക്കണം അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത്, അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ നാബിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ച് നാബിലേക്ക് ആ ഒരു റിമാർക്സ് കോളത്തിലൂടെ നമുക്ക് ഓൺലൈൻ പോർട്ടലിലെ ആ റിമാർക്സ് കോളത്തിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണെന്നുള്ളത് മനസ്സിലായോ? അപ്പൊ ആ ഒരു പേര് മാത്രം നിങ്ങൾ പ്രത്യേകം നോക്കണം കേട്ടോ. റിമാർക്സ് കോളമാണ് അത് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ, കാണാതെ പോകരുത് കേട്ടോ. അതിലൂടെയാണ് ഓൺലൈൻ പോർട്ടലിലെ റിമാർക്സ് കോളത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് സ്ട്രോങ്ലി നാബ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഇവിടെ അസസ്മെന്റിന് മുൻപായിട്ട് പ്രീ അസസ്മെന്റ് നടത്തിക്കൊണ്ടോ നിങ്ങളത്, അപ്പൊ ഒരു കൺഫ്യൂഷൻ വരില്ല. പ്രീ അസസ്മെന്റ് നടക്കണേ. പ്രീ അസസ്മെന്റ് ചെയ്തോ? പ്രീ അസസ്മെന്റ് നടത്തിയോ? ഹെഡിങ് ആണ് കേട്ടോ മിസ് പറയുന്നേ. പ്രീ അസസ്മെന്റ് ആക്കണേ. അത് അവിടെ ഓൾറെഡി ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രീ അസസ്മെന്റ് ഓപ്ഷണൽ ആണ് എന്ന് വെച്ചാല് ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഫൈനൽ അസസ്മെന്റ് അല്ല. ഫൈനൽ അസസ്മെന്റിന് വേണ്ടി മുൻപായിട്ട് പ്രീ അസസ്മെന്റ് ഒരു സ്ഥാപനത്തിന് ചെയ്യാം. അത് നിർബന്ധമില്ല. മനസ്സിലാവുന്നോ? ഓപ്ഷണൽ ആണ്. അതൊരിക്കലും ലാഭം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. ഹോസ്പിറ്റലുകാർക്ക് വേണമെങ്കിൽ പ്രീ അസസ്മെന്റ് നടത്താം, അല്ല എങ്കിൽ നേരിട്ട് ഫൈനൽ അസസ്മെന്റിലേക്ക് പോകുകയും ചെയ്യാം. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷണൽ എന്നൊരു ഹെഡിങ്ങില് ഓപ്ഷണൽ എന്നൊരു ആ ഒരു വേർഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ദ നാബ് ഹാഡ് മെയ്ഡ് പ്രീ അസസ്മെന്റ് ഓപ്ഷണൽ. എന്തായിരിക്കും? ദോസ് ഹോസ്പിറ്റൽ which do not want to undergo
Pre-assessment, pre-assessment shall provide in writing the remarks column of the online portal application form. ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി റിമാർക്സ് കോളത്തിലൂടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ നടത്തിയതും പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റലില് ഈ പ്രീ അസസ്മെന്റ് നടത്താനായിട്ട് താല്പര്യമില്ല, അവർക്ക് ആ ഒരു പ്രീ അസസ്മെന്റ് നടത്തണം എന്ന് അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിന് ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിലെ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ റിമാർക്സ് കോളത്തിലൂടെ അതിന്റെ ആവിനെ എഴുതി അറിയിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് പ്രീ അസസ്മെന്റ് ആവശ്യമില്ല, ഞങ്ങൾ ആ ഒരു പ്രീ അസസ്മെന്റ് സ്റ്റേജിലൂടെ ആഗ്രഹിക്കുന്നില്ല, കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഫൈനൽ അസസ്മെന്റ് ആണ് എന്ന് താല്പര്യമെങ്കിൽ അവർക്ക് നേരിട്ട് ആ ഒരു റിമാർക്സ് കോളത്തിലൂടെ ലാബിനെ അത് അറിയിക്കാൻ പറ്റും. However, lab shall conduct the pre-assessment for those hospitals which are desirous for the same. അതായത് അപ്പൊ ആ ലാബിന് മനസ്സിലാവും ഏതൊക്കെ ഹോസ്പിറ്റലിൽ പ്രീ അസസ്മെന്റ് വേണം, വേണ്ടാത്തത് ഏതൊക്കെയാണ്. അപ്പൊ ലാബ് എന്ത് ചെയ്യും, അത് ആഗ്രഹിക്കുന്ന പ്രീ അസസ്മെന്റ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലില് പ്രീ അസസ്മെന്റ് നടത്താനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യും. Then the principal assessor and assessor are assigned the job of pre-assessment. അല്ലേ, ഇവിടെയും അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഒരു പ്രിൻസിപ്പൽ അസസറും അവരുടെ കീഴിൽ മറ്റ് അസസേഴ്സും ഉണ്ടാവുമല്ലോ അല്ലെ. അതിന് വേണ്ടിയിട്ട് അവരെ ആ ഒരു ടീമിനെ ലാബ് സെറ്റ് ചെയ്യും. ഇനി പ്രിൻസിപ്പൽ അസസർ ഷാൽ സബ്മിറ്റ് ദ പ്രീ അസസ്മെന്റ് റിപ്പോർട്ട് ഓൺലൈൻ. ഈ പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യും, ആ ഒരു അസസ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം പ്രീ അസസ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഓൺലൈനായിട്ട് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. The hospital shall take corrective actions on the non-conformities raised by the principal assessor or team. അപ്പൊ ഇവിടെ ലാബിന് അങ്ങനെ ആ ഒരു ലാബിലെ പ്രിൻസിപ്പൽ അസസർ ഈ ഒരു അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും. അങ്ങനെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഹോസ്പിറ്റലിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. അതായത് അവിടെ നോൺ കൺഫോമിറ്റീസ് എന്ന് പറഞ്ഞാൽ പോരായ്മകള് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ അസസർ ടീം ആ ഹോസ്പിറ്റലിൽ കണ്ടെത്തിയിരിക്കുന്ന പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അതൊക്കെ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ ആ കുറവുകളും കാര്യങ്ങളും പോരായ്മകളൊക്കെ തിരുത്താനും അത് ഇംപ്രൂവ് ചെയ്യാനുമായിട്ട് ഒരു അവസരമാണ് ആ ഹോസ്പിറ്റലിൽ പ്രീ അസസ്മെന്റിലൂടെ കിട്ടുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അതിനെതിരെയുള്ള കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ ഹോസ്പിറ്റലിന് സ്വീകരിക്കാവുന്നതാണ്. Then the hospital shall in any case be required to pay the requisite annual fee before the final assessment. അതിനുശേഷം അവർ ആ ഒരു ഫൈനൽ അസസ്മെന്റിന് മുൻപായിട്ട് നിർബന്ധമായിട്ടും ആ ഒരു ഫൈനൽ അന്തിമ മൂല്യനിർണ്ണയത്തിന് മുൻപായിട്ട് ആ ഹോസ്പിറ്റലിൽ നൽകേണ്ട ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള ആനുവൽ ഫീസ്, ആവശ്യമായിട്ടുള്ള വാർഷിക ഫീസ് എല്ലാം ആ ഒരു ഫൈനൽ അസസ്മെന്റിന് മുൻപ് അടയ്ക്കുകയും വേണം. എന്തൊക്കെയാണ് പ്രീ അസസ്മെന്റിൽ പറഞ്ഞത്? പ്രീ അസസ്മെന്റിൽ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീ അസസ്മെന്റ് ഓപ്ഷണൽ ആണ്. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രീ അസസ്മെന്റ് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ലാബ് ഒരിക്കലും അത് നിർബന്ധമായിട്ട് പറയുന്നില്ല. പ്രീ അസസ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ലാബ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. അസസ്മെന്റ് വേണ്ട, പ്രീ അസസ്മെന്റ് വേണ്ട, ഞങ്ങൾ ഫൈനൽ അസസ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലാബിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആ ഒരു റിമാർക്സ് കോളത്തിലൂടെ ആ ലാബിനെ എഴുതി അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പ്രീ അസസ്മെന്റ് ചെയ്തതിനു ശേഷം അതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ അസസറിനെയും അസസ്മെന്റ് ടീമിനെയും ലാബ് സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്ത പ്രിൻസിപ്പൽ അസസർ ടീമും ആ ഒരു ടീം വന്ന് പരിശോധിക്കുകയും അവർ ആ ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പൽ അസസർ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ടില് അവർ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള എന്താണ് നോൺ കൺഫോമിറ്റീസ്, പോരായ്മകളും അതുമായി ബന്ധപ്പെട്ട കുറവുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഈ ഹോസ്പിറ്റലിന് തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും ഇംപ്രൂവ്മെന്റ്സ് നടത്താനും ചാൻസും ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു ഫൈനൽ അസസ്മെന്റിന് മുൻപായിട്ട് ഹോസ്പിറ്റല് ആ ഒരു നാമ് പറയുന്ന രീതിയിലുള്ള ബാധകമായിട്ടുള്ള ആനുവൽ ഫീസ്, വാർഷിക വരുമാനം എന്താണ് കൃത്യമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അത് നൽകിയാൽ മാത്രമേ ഫൈനൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? പ്രീ അസസ്മെന്റ് മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കി പ്രീ അസസ്മെന്റ്. അതിനുശേഷം നമുക്ക് ഫൈനൽ അസസ്മെന്റിലേക്ക് പോവാം. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ ഭാഗം?
ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് എന്താണ്? ഡിസൈറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്നുള്ള അർത്ഥം. ആഗ്രഹിക്കുന്ന, അതായത് അവിടെ അസസ്മെന്റ്, പ്രീ അസസ്മെന്റ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു അസസ്മെന്റ് നടത്തി നൽകുന്നു എന്നുള്ളത്. ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ after the hospital has taken essential corrective action to the non-conformities raised during the pre-assessment, which is optional, now shall propose to constitute an assessment team for the final assessment. ഇവിടെ ഒരു പ്രീ അസസ്മെന്റ് നടത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഓപ്ഷണൽ ആണെന്ന് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, നിർബന്ധമില്ല. ഇനി ഇൻ കേസ് ഒരു പ്രീ അസസ്മെന്റ് നടത്തിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് ആ ഒരു അതുവഴി അവരുടെ എന്താണ് പ്രിൻസിപ്പൽ അസസർ സബ്മിറ്റ് ചെയ്ത ആ പ്രീ അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം എന്തെങ്കിലുമൊക്കെ എന്താണ് പൊരുത്തപ്പെടുകളോ പോരായ്മകളോ കുറവുകളോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള തിരുത്തൽ നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റലിനെ ഫൈനൽ അസസ്മെന്റിലേക്ക് കണ്ടത്. അപ്പൊ അവര് ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ്. ഇനി ഫൈനൽ അസസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഫൈനൽ അസസ്മെന്റ് ആ ഒരു നാഷണൽ പ്രൊപ്പോസ്ഡ് കോൺസ്റ്റിറ്റ്യൂവൻ അസസ്മെന്റ് ടീം, അതിന് വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് ടീമിനെ നാബ് രൂപീകരിക്കും. ആ ഒരു ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള നാബ് ഒരു അസസ്മെന്റ് ടീമിനെ രൂപീകരിക്കുന്നു. However, as previously mentioned, HCOs can directly go for the final assessment without opting for pre-assessment. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പ്രീ അസസ്മെന്റ് നടത്തണമെന്ന് നിർബന്ധമില്ല. നേരിട്ട് അവർക്ക് പ്രീ അസസ്മെന്റ് നടത്തിയില്ലെങ്കിലും നേരിട്ട് അവർക്ക് ഫൈനൽ അസസ്മെന്റിലേക്ക് പോവാവുന്നതാണ്. പ്രീ അസസ്മെന്റ് എപ്പോഴും ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. Then the total number of assessors appointed shall depend on the size of the hospital and scope of service provided. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ടീമില് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണം, ഇവിടെ വിലയിരുത്താനായിട്ട് ഇത്ര ടീം മെമ്പേഴ്സ് വേണം എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് അപ്പോയിന്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ചും സ്കോപ്പ് ഓഫ് ദ സർവീസ് പ്രൊവൈഡർ, അവർ കൊടുക്കുന്ന സേവനത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ടോ, നല്ല രീതിയിലുള്ള നല്ല ഇലാബറേറ്റ് ആയിട്ടുള്ള സർവീസുകളാണോ കൊടുക്കുന്നത്, ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ടീമിലേക്ക് അസസേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. Then the date of final assessment shall be agreed upon by the hospital management and assessors. അപ്പോൾ ഫൈനൽ അസസ്മെന്റിന്റെ ഡേറ്റ് രണ്ട് കൂട്ടർക്കും എഗ്രി ചെയ്തുകൊണ്ടാണ് ഒരു ദിവസം തീരുമാനിക്കുക. അത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടും ഈ അസസേഴ്സിനും രണ്ടു കൂട്ടർക്കും ഓക്കെ ആവുന്ന ഒരു ദിവസം അവർ തീരുമാനിച്ചാണ് ഒരു ഫൈനൽ ഡേറ്റ് ഓഫ് ഫൈനൽ അസസ്മെന്റ് തീരുമാനിക്കുക. Then assessment shall be conducted on all the facilities covered under accreditation. അതുപോലെ തന്നെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റി, ഈ അക്രഡിറ്റേഷന് കീഴിൽ വരുന്ന എല്ലാ ഫെസിലിറ്റീസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു ഭാഗം മാത്രമൊന്നുമല്ല പരിശോധിക്കുന്നത്, ഈ അക്രഡിറ്റേഷന് കീഴിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വരുന്നുണ്ടോ അവിടെ അതെല്ലാം നമ്മൾ വിലയിരുത്തിയാണ് ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കുക. The assessment team review the hospital document and management system and verifies its compliance to the NAB standard. അതുപോലെ തന്നെ അസസ്മെന്റ് ടീം
കൃത്യമായിട്ട് ആ ലാബിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇവർ പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. ആ ഡോക്യുമെന്റഡ് ക്വാളിറ്റി സിസ്റ്റം, അവിടുത്തെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട സംവിധാനം എങ്ങനെയാണ്, പോളിസികള്, പ്രൊസീജിയറുകള്, മറ്റു മാനുവലുകള് മുതലായവയെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഷാൽ ബി അസസ്ഡ് ഫോർ ദെയർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ്. അതുപോലെ തന്നെ ഇതെല്ലാം അവിടെ എത്രത്തോളം നന്നായി അവിടെ നടപ്പിലാക്കി, അത് നല്ല കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഈ ലാബിലെ അസസ്മെന്റ് ടീം വെരിഫൈ ചെയ്യും. And based on the assessment by the assessors, the assessment report is made and uploaded by the principal assessor in the online portal. ഇങ്ങനെ ഒരു ഫൈനൽ അസസ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ആ അസസേഴ്സ് അവർ നടത്തിയ അസസ്മെന്റ്, ആ വിലയിരുത്തൽ അവരുടെ എല്ലാവരുടെയും വിലയിരുത്തല് ഒരുമിച്ച് ക്രോഡീകരിച്ചിട്ട് ഒരു റിപ്പോർട്ടായിട്ട് പ്രിൻസിപ്പൽ അസസർ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. The details of non-conformity observed during the assessment is visible to the hospital team in the online portal once the principal assessor submits the report. A principal assessor പ്രാവശ്യം ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ആ ഹോസ്പിറ്റലില് ഈ ടീം അസസ്മെന്റ് നടത്തിയതില് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പോരായ്മകളായിട്ട് തോന്നിയിരിക്കുന്നത്, അവിടെ എന്തൊക്കെ പൊരുത്തക്കേടുകളും കുറവുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ഹോസ്പിറ്റലിന് സാധിക്കുന്നത് ഈ പ്രിൻസിപ്പൽ അസസർ ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും. അപ്പൊ ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് മുൻപായിട്ട് പ്രീ അസസ്മെന്റ് ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവാം, അത് ഓപ്ഷനിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഫീസും ആനുവൽ ഫീയും ആവശ്യമായിട്ടുള്ള ആനുവൽ ഫീയും ഒക്കെ പേയ്മെന്റ് ചെയ്തതിനു ശേഷം ലാബ് ഈ ഒരു ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടീമിനെ നിശ്ചയിക്കും. ആ ടീമാണ് ഈ അസസ്മെന്റ് പൂർത്തിയാക്കേണ്ടത്. അതിലെ ടീമിന്റെ മെമ്പേഴ്സ് എത്ര വേണമെന്ന് അപ്പോയിന്റ് ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ച്, ഹോസ്പിറ്റലിലെ സർവീസുകൾ കൊടുക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ചുമാണ്. അത് ക്ലിയർ ആയല്ലോ? ഇനി ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ പ്രീ അസസ്മെന്റിന് പോവാതെ നേരിട്ട് ഫൈനൽ അസസ്മെന്റിലേക്ക് വരാവുന്നതുമാണ്. ഇനി ഈ ഒരു ഡേറ്റ് ഓഫ് ഫൈനൽ അസസ്മെന്റ് തീരുമാനിക്കുന്നതും ഉറപ്പിക്കുന്നതും ഹോസ്പിറ്റൽ മാനേജ്മെന്റും അതുപോലെ തന്നെ അസസേഴ്സിന്റെയും സൗകര്യപ്രകാരം അവർ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇനി അന്നത്തെ ദിവസം ഈ ഒരു അസസ്മെന്റ് ടീം അവിടെ എത്തുകയും അവർ ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷനും അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഫെസിലിറ്റികളും കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ്, പോളിസികള്, മാനുവല്, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ മറ്റ് മാനുവലുകൾ മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അസിസ്റ്റന്റ് ടീം വിലയിരുത്തുകയും അതിനനുസരിച്ച് ഇവ നടപ്പിലാക്കിയിട്ട് എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട്, അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിക്കുകയും അതിനുശേഷം ഈ അസസ്മെന്റ് ടീം നടത്തിയിട്ടുള്ള അവരുടെ ആ ഒരു വിലയിരുത്തലിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ അസസർ ഓൺലൈനായിട്ട് ഇതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഹോസ്പിറ്റലിന് ഈ ടീം കണ്ടെത്തിയിട്ടുള്ള ആ ഹോസ്പിറ്റലിലെ പോരായ്മകള്, പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? ഫൈനൽ അസസ്മെന്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റ്സോ? The last point was based on the assessment by the assessors. The assessment report is made and uploaded by the principal assessor. അപ്പൊ ഈ അസസ്മെന്റ് ടീം എല്ലാവരും വിലയിരുത്തുന്നുണ്ടല്ലോ, അതെല്ലാം കൂടി സംഗ്രഹിച്ച് ഒരുമിച്ചാക്കിയിട്ട് ആ ഒരു റിപ്പോർട്ട് ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പൽ അസസറാ ചെയ്യാം. അങ്ങനെ ആ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ ദ ഡീറ്റെയിൽസ് ഓഫ് നോൺ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ള പൊരുത്തക്കേടുകൾ, ഇപ്പൊ സ്റ്റാൻഡേർഡ് പാലിക്കാതെ വരുന്ന ഏരിയാസ് ചിലപ്പോൾ തോന്നാം, ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയാസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കുറവ് വരുന്ന ഏരിയാസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പോരായ്മകളുള്ള കുറവുകളുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആ അസസ്മെന്റ് ടീം കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. അത് ഒബ്സർവ് ചെയ്ത് അവർ നിരീക്ഷിച്ച് അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ആ ഹോസ്പിറ്റൽ ടീമിൽ എപ്പോഴാണ് വിസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക, ആ പ്രിൻസിപ്പൽ അസസർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം. മനസ്സിലായോ? അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവർക്കത്, അതെ, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അല്ലാതെ അവർ ഡിസ്കസ് ചെയ്തിട്ടൊന്നും അല്ല പോകുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന ഭാഗങ്ങളിൽ ഞങ്ങൾക്കുള്ള കുറവുകൾ ആ ഒരു ടീം കണ്ടെത്തിയിട്ടുണ്ട്, അസസ്മെന്റിന് മനസ്സിലായി എന്ന് മനസ്സിലാവും. മനസ്സിലായോ?
ഫൈനൽ അസസ്മെന്റ് എന്താന്നുള്ളത്. അപ്പൊ ആ ഒരു ഫൈനൽ അസസ്മെന്റ് വായിച്ചിട്ട് അവിടെ വരെയും വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോടെങ്കിൽ ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും പറയാം കേട്ടോ. ശരി, താങ്ക് യു.